ഹലോ ഗായ്സ്, നമ്മളെ പുതിയതായിട്ട് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ ഗായ്സ്, നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിരുന്നിട്ടാ. നമ്മൾ ഒരു ബസ് കാലൊക്കെ നമ്മൾ വർക്ക്ഷോപ്പിൽ നിന്ന് നന്നാക്കി എടുത്തൊരു ബസ്സായിരുന്നു, ഒരു പഴയ ബസ്സായിരുന്നു സൂപ്പർ സോണിക്കിൻ്റെ. അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞത് നമുക്ക് അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ ട്രിപ്പ് എടുക്കണ വീഡിയോ എടുക്കണം എന്നുണ്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യാനേ. അപ്പോൾ ഇതിൽ കുറേ ആൾക്കാർ വേണം എന്നാണ് പറഞ്ഞ് കമൻറ്റ് ചെയ്തത്. ഓക്കെ, നമുക്ക് എന്തായാലും ഇന്ന് നേരെ സൂപ്പർ സോണിക്ക് ബസ് എടുത്തിട്ടാണ് നമ്മളിന്ന് ആൾക്കാരെ പിക്ക് ചെയ്യാൻ പോകുന്നത്. ഇതാണ് നമ്മളെ സൂപ്പർ സോണിക് ബസ്. ഇതാണ് നമ്മളെ സൂപ്പർ സോണിക് ബസ്. കണ്ട മൊത്തത്തിൽ ഞങ്ങളൊന്ന് കണ്ടു നോക്കി. ഇതാണ് നമ്മൾ സൂപ്പർ സോണിക്കിൻ്റെ ബസ്. ഇതിൽ കോട്ടയാണ് ഇപ്പോൾ ബോർഡ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് എന്തായാലും ഇനി ബോർഡ് ഓട്ടോമാറ്റിക്കലി നമുക്കിവിടെ ചേഞ്ച് ആക്കാം കേട്ടോ. ഇപ്പോൾ നമ്മൾ ബോർഡ് കയറുന്നത് എറണാകുളമായി. ഓക്കെ, നമുക്ക് പിന്നെ ഇതിൻ്റെ ബാക്കൊക്കെ നോക്കണേ, മിറർ കണ്ട ഞാൻ ഈ കാണിക്കണേ വെള്ള ഡോട്ട്, ആ ഡോട്ടുള്ള മിററും കണ്ട ഇങ്ങനെ ഓട്ടോമാറ്റിക്കാണ്. ദൂരക്കാഴ്ച കാണണമെങ്കിൽ നമുക്ക് അതിലും നോക്കാം, അടുത്ത കാഴ്ച ആണെങ്കിൽ നമുക്ക് ഇതിലും നോക്കാം. നമുക്ക് എന്തായാലും ഇനി നേരെ അങ്ങോട്ട് വണ്ടി എടുക്കാം. ഓക്കെ, ഇവിടെ ആൾക്കാരുണ്ട് കേട്ടോ. ആൾക്കാരെ പിക്കപ്പ് ചെയ്തിട്ട് വേണം നമുക്ക് പോവാൻ. അയ്യോ, ഭയങ്കര നമ്മളിപ്പോൾ നിൽക്കുന്നത് കോട്ടയാണ്. നമുക്ക് എറണാകുളത്തൊക്കെ പോകണ്ടേ. എറണാകുളം ഭയങ്കര നിങ്ങളെന്തെങ്ങനെ കാത്തുക്കണ്. കണ്ടക്ടർ ഇല്ല കേട്ടോ, കണ്ടക്ടറെ നമുക്ക് പോണ വഴിക്ക് എടുക്കണം. ഓക്കെ, എറണാകുളം ഭയങ്കര യാവലെന്താ കാണിക്കണ കേട്ടോ. വേഗം കയറിക്കൂടാത്ത അപ്പുറത്തും ഡോറില്ലേ. ഓഫ്, അങ്ങനെ ഒരു വിധത്തിൽ ഒരു കയറി കിട്ടി. എത്ര നേരം ഒരു കയറാൻ എടുക്കണേ. എത്ര ഹോണടിച്ചിട്ട് ഓൽക്കെന്താ ഒരു കൂസലുമില്ല. ഇതെന്താ ആംബുലൻസ് ഡ്രൈവറൊക്കെ ബസ് സ്റ്റാൻഡിൽ ഇപ്പോൾ എന്താ പറയുക നിർത്തി കളിക്കണം. ഓ, ട്രാഫിക് ലൈറ്റ് ഉണ്ട് കേട്ടോ അവിടെ. ഞാൻ വിചാരിച്ചപ്പോൾ എന്തെങ്ങനെ നിർത്തി കളിക്കണേ. അല്ല ഞമ്മക്ക് എന്ത് ട്രാഫിക്ക്. അല്ല എൻ്റെ വണ്ടിക്ക് നമ്പർ പ്ലേറ്റ് ഉണ്ടാവും. ഉണ്ടല്ലേ, നമ്പർ പ്ലേറ്റ് ഉണ്ട് വണ്ടിക്ക്. സീനില്ല, പോട്ടെ. നമുക്ക് ലൈറ്റ് ഒന്ന് ഓണാക്കാം. എവിടേക്ക് നേരെ പോകണം. പോണ വഴിക്ക് പെട്രോൾ അടിക്കാനും കയറണം. കുറച്ചുണ്ട് പെട്രോള്, പക്ഷെ എന്നാലും നമുക്ക് അടിക്കൽ മസ്റ്റാണ്ടാ. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ പഴയ അശോക് ലൈലാൻഡിൻ്റെ വണ്ടിയാണ്, അതുകൊണ്ട് സ്പീഡൊക്കെ കുറവാകും. നിങ്ങൾ 110 ഉണ്ടാവുമെന്നൊന്നും വിചാരിക്കരുത്. പെട്രോളിൻ്റെ ബോർഡ് ഉണ്ടല്ലോ, അത് പെട്രോൾ പമ്പ്. അയ്യോ നിർത്ത്. അടിച്ചു യൂസ് മണി. ഓക്കെ, വേണിക്ക് കറക്റ്റല്ല കയറണം, നമുക്ക് ചെക്ക് ചെയ്യണം. ഓക്കെ, അടിച്ചിട്ടുണ്ട്. ഓ, മഴ പെയ്ത സീന്. ഓ ചേടാ, കോട നോക്ക് നിങ്ങൾ. വൈപ്പർ സ്പീഡിലാക്കട്ടെ. ഇതെന്താ വണ്ടിക്ക് എന്തോ പറ്റുണ്ട്. കാരണം എന്താ വെച്ചാൽ വണ്ടി മെല്ലെയാണ് ഈ വലിയണത്. എന്താ പ്രശ്നം വണ്ടിക്ക്? ഞാൻ വർക്ക്ഷോപ്പിൽ നിന്ന് നന്നാക്കി കൊണ്ടുവന്നല്ലോ ഒക്കെ. ഇങ്ങോട്ടും ഭയങ്കര പ്രശ്നമാണല്ലോ വണ്ടിക്ക്. കണ്ട എപ്പം തന്നെ 74 പോകണുള്ളൂ. ഇനി എപ്പോൾ എത്താൻ നമ്മളിവിടെ. പിന്നെ ഗൈസ്, അതിന് മുമ്പ് വീഡിയോ സബ്സ്ക്രൈബൊക്കെ ചെയ്തോളിട്ടാ. പിന്നെന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു സെക്കൻഡ് ചാനലുണ്ട്. നമ്മൾ മെയിൻ ചാനലിനുള്ളിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ മൈ സെക്കൻഡ് ചാനൽ പറഞ്ഞിട്ട് കാണും. അപ്പോൾ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പോരാത്തിന് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്ക് ഇങ്ങോട്ടാണ് പോകേണ്ടി. ഓ ചേട്ടാ, ബ്രേക്ക് കിട്ടണം തന്നെയല്ല. 5 പൈസ കൊള്ളാത്ത ബ്രേക്കാണ് ഇതിൻ്റെ വെച്ചിട്ട്. ഇത് അശോക് ലൈലാൻഡിൻ്റെ ബ്രേക്ക് എന്ന ഇതിലുള്ളത്. നമ്മളത് ഒരു പൊളി മാർക്കറ്റിൽ നിന്നാണ് കൊണ്ടുവരുമ്പോൾ ബ്രേക്കൊക്കെ മൊത്തത്തിൽ അടിച്ചു പോയിരുന്നു. അശോക് ലൈലാൻഡിൻ്റെ ഒറിജിനൽ ബ്രേക്ക് ഇരുന്നത്. അപ്പോൾ അതൊക്കെ എലി മൊത്തം കറണ്ട് എടുത്തിട്ടുണ്ടായിരുന്നേ. ഇപ്പോൾ ഈ ബ്രേക്ക് എന്താ ഇയാൾ കാണിക്കണേ. ഇപ്പോൾ ഈ ബ്രേക്ക് എക്സിയറിൻ്റെ ബ്രേക്കാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇത്ര പവറില്ലാത്തത്. അശോക് ലൈലാൻഡാണെങ്കിൽ പിടിച്ചാൽ കിട്ടും. വേറൊരു കാര്യമുണ്ട്. അശോക് ലൈലാൻഡത്തെ ഡ്രൈവർ എക്സിയറിൽ കയറി കഴിഞ്ഞാൽ ഫസ്റ്റ് ഗിയർ ഇടുമ്പോൾ റിവേഴ്സ്ക്ക് പോവും. അങ്ങനത്തെ അവസ്ഥയാണ്. പിന്നെ എക്സിയറിൻ്റെ ബ്രേക്കിനെ പറ്റി പറയേണ്ട ആവശ്യമില്ലല്ലോ, പിടിച്ചാൽ കിട്ടില്ല. നേരെ വിടാം. മീറ്റർ അശോക് ലൈലാൻഡ് തന്നെയാണ്. സോറി ഗൈസ്, ജസ്റ്റ് മാപ്പ് മാറിയതാണ് കേട്ടോ.
അതല്ല, മീറ്റർ അശോക് ലേലാൻഡ് ഒറിജിനലാണ്, ബാക്കിയൊക്കെ അശോക് ലേലാൻഡ് ഒറിജിനൽ തന്നെയാണ്. പിന്നെ അതിൻ്റെ ഹെഡ് ലാമ്പ് അശോക് ലേലാൻഡ് വെച്ചത്. കേട്ടോ, ഫ്രണ്ടത്തെ ഹെഡ് ലൈറ്റൊക്കെ അശോക് ലേലാൻഡ് തന്നെയാണ് വെച്ചത്. ബോഡി മൊത്തം കിട്ടിയ അശോക് ലേലാൻഡാണ്. സാധാരണ ബോഡി കെട്ടൽ പ്രകാശമാണ്, പക്ഷെ നമ്മളുടെ അശോക് ലേലാൻഡായിട്ട് കിട്ടിയാണ്. കണ്ട ബ്രേക്ക് പിടിച്ചിട്ട് കിട്ടണില്ല, അതാണ് പ്രശ്നം. പറപ്പിച്ച് വിടറ പാപ്പാ, പറപ്പിച്ച് വിടാൻ സ്പീഡ് ഉണ്ടായില്ലല്ലേ. ഇതിൽ ക്രൂയിസ് കൺട്രോൾ ഉണ്ട്, മോഡുണ്ട്, പക്ഷെ ഇതിൽ ക്രൂയിസ് കൺട്രോൾ ഇല്ല, ആവൂല. അപ്പോൾ അതും നമുക്കൊന്ന് ഫിറ്റാക്കണം. പിന്നെ ക്രൂയിസ് കൺട്രോൾ ഫിറ്റാക്കണമെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി കേട്ടോ, കമൻറ്റ് ബോക്സിൽ നമ്മൾ ഫിറ്റാക്കും. ഇയാൾ എന്തെങ്ങനെ ഒപ്പന കളിക്കണമായിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും. മാറിക്കാട്ടറാ, ഇച്ചൊക്കെ ലോറിയല്ലേ, മനുഷ്യമ്മടെ ബസ്സാണ്. ഛേ, എന്തൊരു മെല്ലെന്ന്, നമ്മളെക്കാട്ടിയും ഫാസ്റ്റില്ലാത്ത ലോറിയൊക്കെ പോണ്. എടാ മാറിക്കാട്ടറാ, നേരമില്ലാത്ത നേരത്താണ് അവൻ. മറ്റേ തമ്മ ആ പാട്ടിട്ടിട്ടണം എനിക്ക്. അതിൻ്റെ ഇടയിൽ കൂടി വണ്ടിൻ്റെ ഒരു പൊട്ടം. പറഞ്ഞ പോലെ തന്നെ ബ്രേക്ക് മാത്രമല്ല കേട്ടോ മാറിയത്, ആക്സിലേറ്ററും മാറിക്കണേ. പിന്നെ ആക്സിലേറ്ററിൻ്റെ വയറ് മാറിക്കണേ. ശരിക്കും പറഞ്ഞത് അശോക് ലേലാൻഡിൻ്റെ ചേസാണ്, പക്ഷെ ഇതിൻ്റെ ഉള്ളിലത്തെ എല്ലാ പാർട്സും ഇപ്പോൾ ഏഷ്യറാണ്. ആ ഒരു പ്രശ്നമുണ്ട്. നിങ്ങൾ കേട്ടിട്ട് ചിരിക്കലിട്ടോ, കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അശോക് ലേലാൻഡിൻ്റെ വണ്ടിമ്മ പിടിച്ചിട്ട് ഏഷ്യറിൻ്റെ വയറൊക്കെ കയറ്റിയിരിക്കുകയാണ്. അങ്ങനെയാണ് ഈ വണ്ടി ഓടുന്നത്, അല്ലാതെ അശോക് ലേലാൻഡിൻ്റെ വയറായിട്ടല്ല. അശോക് ലേലാൻഡിൻ്റെ വയറ് മൂത്ത എലി കറണ്ട് എടുത്ത്, അത് ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് എന്തൊരു സ്പീഡിൽ പോകുമായിരുന്നു. പറഞ്ഞിട്ട് കാര്യമില്ല ഗൈസ്. നമ്മൾ വണ്ടി കിട്ടിയപ്പോഴുള്ള പേരൊന്നും മാറ്റിയിട്ടില്ല കേട്ടോ, സൂപ്പർ സോണിക് തന്നെയാണ് ഇപ്പോഴും. അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ വരുന്നത്. നമുക്കെന്തായാലും അവിടെ എത്തിയിട്ട് കാണട്ടാ. ഓക്കെ ഗൈസ്, നമ്മളെന്തായാലും വില്ലേജ് സൈഡിൻ്റെ അവിടെ എത്തിയിട്ടാ. ഓക്കെ, സീൻ കുറേ നേരത്തെ ഡ്രൈവിംഗ് ആണ് ഗൈസ്. ഇതൊക്കെ വണ്ടി മൊത്തം ചളിയായി ഉള്ളിൽ. ഇതൊക്കെ തുടച്ച് നന്നാക്കണമല്ലോ, അതാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത്. ഓ മൈ ഗോഡ് ഗൈസ്, വണ്ടി എനിക്ക് ഇനി വലിയണമില്ല. പൊട്ട സാധനം വണ്ടി. വണ്ടിൻ്റെ എൻജിൻ വരെ മാറ്റിയാണ്, അതാണ് ഇതിനെക്കാട്ടും വലിയ രസം. എൻജിൻ പോലും അശോക് ലേലാൻഡ് അല്ല, ഏഷ്യറാണ്. ബാക്കി മീറ്റർ സ്റ്റിയറിങ് അത് മാത്രമേ അശോക് ലേലാൻഡ് ഉള്ളൂ, ബാക്കിയൊക്കെ ഏഷ്യർ. ഇയാൾ ഇന്ന ഓവർടേക്ക് ചെയ്യാൻ മാത്രം ആർക്കാടാ അവിടെ ധൈര്യം. വണ്ടി ജസ്റ്റ് കിട്ടിയിട്ടുണ്ട്, സീനില്ല. എൻ്റെ വണ്ടി ആയതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല ഗൈസ്. നമുക്കെന്തായാലും ഞാൻ ഇവിടെ എത്തിയിട്ട് അങ്ങോട്ട് കാണാം ഗൈസ്. നമ്മളെന്തായാലും ബസ് സ്റ്റാൻഡ് എത്താനായിട്ടുണ്ട്. സമാധാനമായി ഗൈസ്, എത്ര നേരത്തെ ഡ്രൈവിംഗ് അറിയാം ഇതൊക്കെ. എറണാകുളത്തേക്കാണ് ഗൈസ് നമ്മളെ ട്രിപ്പ്. ഇതൊക്കെ ബാക്കൊക്കെ ഒന്നും കാണാനും പോലും ഇല്ല, അത്രക്കും ചളിയായിട്ടുണ്ട്. എന്താ ചെയ്യാൻ, ആൾക്കാരൊക്കെ ഉറങ്ങിയിട്ടുണ്ടാവും. ഇതൊക്കെ പോയി തുടക്കണമല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ആൾക്കാർക്ക് സുഖമല്ലേ, വരിക കയറുക പൈസ എടുക്കുക പോവുക, അത്ര തന്നെ ഉള്ളൂ. പക്ഷെ അമ്മക്കാണ് ഗൈസ് പണി കിട്ടുന്നത്. ഇത്രയും ചളിയാ വണ്ടി. ഇനിയിപ്പോൾ എന്താ ഇയാൾ കാണിക്കണത്? ഇതടുത്തത് ഓരോന്ന് ഇതേമാതിരിക്കും ഇതിൻ്റെ ഫ്രണ്ടിൽ കണ്ട് കയറിക്കോളും. ബെസ്റ്റ് ട്രാഫിക് ലൈറ്റൊക്കെ അവിടെ നിന്നോട്ടെ. ക്യാമറ അപ്പുറത്തെ സൈഡുള്ളൂ, ഇപ്പുറത്തെ സൈഡില്ല. അതൊക്കെ അത്രേ ഉള്ളൂ ഗൈസ്. നമുക്ക് എന്തായാലും ബസ് സ്റ്റാൻഡിൽ ഇനി നേരെ അങ്ങോട്ട് വിടാം ഗൈസ്. സോ മച്ച് ഡ്രൈവിങ്ങിൻ്റെ ശേഷം നമ്മളിതാ ബസ് സ്റ്റാൻഡിൽ എത്തിയിരിക്കുന്നു ഗൈസ്. അപ്പം എന്തായാലും ഇത്രയുള്ള വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.